LDF സർക്കാരിന്റെ തുടർഭരണത്തിലേക്കുള്ള ഒരു നാന്തി, ഒരു തുടക്കമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയും തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. ഇന്ദുചൂട് ഇന്നൊരു വ്യക്തിയല്ലടാ, എന്ത് കഷോ വരും. സഖാവ് എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇതിൽ കൂടുതൽ നീ എന്താ വേണ്ടേ? ഞാനൊരു വലിയ സംഭവം അല്ലേ? ഇപ്പോൾ 8329 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുകയാണ്. എല്ലാ മേഖലയിലും അങ്ങനെയൊക്കെ വഴിയില്ലോ. ആകപ്പാടെ പോത്തുകല്ലിലെ ആ 14 ബൂത്തുകളിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ബാക്കി സമ്പൂർണമായ വിജയമാണ് UDF-നെ ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. 5 ഭൂരിപക്ഷത്തിൽ കുറയ്ക്കാൻ പോലും കഴിയുന്നില്ല. സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചിട്ടും നിർത്തിയിട്ടും ഇത്ര വലിയ പരിവേഷം കൊടുത്തിട്ടും അവര് യഥാർത്ഥത്തിൽ സ്വരാജിനെ കുറിച്ച് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നു. നിലമ്പൂർ 10,545 വോട്ടുകൾക്ക് ഇതാ നിലമ്പൂരിന്റെ ബാപ്പുട്ടി. എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? അല്ല, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. LDF സർക്കാരിന്റെ തുടർഭരണത്തിലേക്കുള്ള ഒരു നാന്തി, ഒരു തുടക്കമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അല്ല, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. അവര് യഥാർത്ഥത്തിൽ സ്വരാജിനെ കുറിച്ച് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. താങ്ക് യു.